ഹലോ മക്കളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എജ്ബോർഡിലേക്ക് സ്വാഗതം. ഒരുപക്ഷേ മക്കളോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങളുടെ പരീക്ഷയുടെ അവസാനത്തെ കുറച്ച് മണിക്കൂറുകളായിരിക്കും നിങ്ങൾ ഈ പറയുന്ന വീഡിയോ കാണുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്ന പാഠഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടോ നോക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഭാഗം കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി ഇതൊരു ചെക്ക് ലിസ്റ്റ് ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, ഈ വീഡിയോ കണ്ടതിന് ശേഷം പഠിക്കാൻ നിൽക്കരുത്. കാരണം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ചെക്ക് ലിസ്റ്റ് മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക്, ഇത്തവണത്തെ പരീക്ഷയ്ക്ക്, അതായത് നിങ്ങൾക്ക് നാളെ നടക്കാൻ പോകുന്ന പരീക്ഷ, നമുക്കറിയാം 25 മാർച്ച് അല്ലേ, മാർച്ച് 2026 നടക്കുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അപ്പോൾ എസ് എ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ നമുക്ക് 7 ക്വസ്റ്റ്യൻസ് ആണ് ചാൻസ് ഉള്ളത്. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഒന്ന് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന എസ് എ ക്വസ്റ്റ്യൻ വരാം. അതുപോലെ തന്നെ പോവർട്ടി എറാഡിക്കേഷൻ്റെ 3 ഡയമെൻഷൻ ചോദിക്കാം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന പുത്തൻ സാമ്പത്തിക നയത്തെക്കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് മലയാളം വേണ്ടിയൊരുതാ, മലയാളം ഞാനിവിടെ സ്ലൈഡ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പറയുന്നു, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു 3 സെക്കൻഡ് സമയം ഞാനിവിടെ പറയും, ഞാൻ ഹോൾഡ് ചെയ്യും. അത് നിങ്ങൾക്ക് എന്താണ് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ളൂ. അപ്പോൾ ഇനി നാലാമതായിട്ട് വരുന്നത് ഇമ്പാക്ട്സ് ഓഫ് ലിബറലൈസേഷൻ. ഓക്കെ, ഈ പറഞ്ഞ ലിബറലൈസേഷനും ഗ്ലോബലൈസേഷൻ കൊണ്ട് ഇമ്പാക്റ്റുകൾ എന്തൊക്കെ ഉണ്ടായിരുന്നുള്ള കാര്യം. അതുപോലെ ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ചുള്ള എസ്സേ ചോദിക്കാം. അതുപോലെ തന്നെ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളതിനെക്കുറിച്ചും പരീക്ഷയ്ക്ക് ചോദ്യം എസ്സേ ആയിട്ട് വരാം. ലാസ്റ്റ് വൺ സ്റ്റാറ്റി എന്നുള്ള മീൻ മീഡിയൻ മോഡാണ്. ഒരുപക്ഷെ അതിൻ്റെ വീഡിയോ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. എന്തായാലും കുഴപ്പമില്ല, ഇത്രയാണ് എസ്സേ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക. 1 2 3. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്ന ഈ പറഞ്ഞതിൻ്റെ മലയാളം കംപ്ലീറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ടൈമാണ്. 1 2 then 3. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എസ്സേ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കൂടുതൽ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ തൊട്ടതായി കമൻറ്റ് ചെയ്യുക. എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് അതിൻ്റെ വീഡിയോ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്ററും ഏതൊക്കെയാണ് എസ്സേ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞത് അത് തന്നെ പഠിച്ചോ, പരീക്ഷയൊക്കെ തന്നെ വരും. ഓക്കെ, നെക്സ്റ്റ് ഷോർട്ട് എസ്സേ ടൈപ്പിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗത്താണ്. ഷോർട്ട് എസ്സേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് 3 മാർക്കിന് ചോദിക്കാം, 4 മാർക്കിന് ചോദിക്കാം, 5 മാർക്കിന് ചോദിക്കാം. ഇതിലേതെങ്കിലും ഒരു മാർക്കിന് ചോദിക്കുന്ന ചോദ്യം ആയതുകൊണ്ടാണ് നമ്മൾ ഷോർട്ട് എസ്സേ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് എന്ന് എങ്ങനെ വേണമെങ്കിലും ഏത് പേരിട്ട് വിളിച്ചോ, പക്ഷേ ഇതൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ ഇന്ത്യൻ എക്കോണമിയിൽ നമ്മളിവിടെ പറയുന്നത് കംപ്ലീറ്റ് ഇന്ത്യൻ എക്കോണമി മാത്രമാണ്. അപ്പോൾ ഇന്ത്യൻ എക്കോണമിയുടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യൻ എക്കോണമിയിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ ഒരു ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഓർഗാനിക് ഫാമിംഗ് അഥവാ ജൈവ കൃഷി എന്ന് പറയുന്ന സംഗതി ഉണ്ട് അല്ലേ, അതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളൊക്കെ എന്ത് ചെയ്യാം, ചോദിക്കാം. നെക്സ്റ്റ് രണ്ടാമതായിട്ട് ഹരിത വിപ്ലവം അഥവാ ഈ പറയുന്ന നമുക്കറിയാം ഹരിത വിപ്ലവം എന്ന് പറയുമ്പോൾ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്ന സംഗതി, അതിൻ്റെ പ്രത്യേകതകൾ ചോദിക്കാം. അതേസമയം ആ ചാപ്റ്ററിൽ അവിടെ തന്നെ ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻ അഥവാ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ ചോദ്യമായിട്ട് വരാം. ശ്രദ്ധിക്കുക, വളരെ വൃത്തിയായിട്ട് പഠിക്കുക. നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഭൂപരിഷ്കരണ നിയമം അല്ലെങ്കിൽ അഗ്രികൾച്ചർ റിഫോംസ്. ഓക്കെ, ലാൻഡ് റിഫോംസിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്ന കാര്യം ഗ്രീൻ റവല്യൂഷൻ. അപ്പോൾ മാറി അങ്ങോട്ടോട്ട് മാറി ചോദിച്ചാൽ പോലും ഇത് തന്നെയാണ് സംഗതി ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലിബറലൈസേഷൻ ഇൻ ട്രേഡ് ഇൻഡസ്ട്രിയൽ ടാക്സ് എന്നൊക്കെ പറയുന്ന സംഗതിയുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ലിബറലൈസേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, 5 മേഖലയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു 3 മിനിമം പഠിച്ചേക്കുക. എസ്സേ പോലും ചോദിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ എന്ത് ചെയ്യും, ഭൂരിഭാഗം പേരും ആ ഭാഗം സ്കിപ്പ് ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്ക് സംഭവിക്കരുത്. നെക്സ്റ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം അഥവാ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും, ചോദ്യമായിട്ട് വരും കേട്ടോ. അപ്പം ഈ പറഞ്ഞ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളെ കുറിച്ച് പരീക്ഷയ്ക്ക് ഷുവറായിട്ട് ചോദ്യം വരുന്നതിന് നിർബന്ധമായിട്ട് പഠിക്കാം. നെക്സ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന മനുഷ്യ മൂലകത്തിൻ്റെ ഉറവിടങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞത്. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വരില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പറയാനുള്ള അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് എന്താണെന്നുള്ള കാര്യം എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് പ്രത്യേകം ചോദിക്കും. ഓക്കെ, അപ്പോൾ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് ചോദ്യം വരാം. മനുഷ്യമൂലകത്തിൻ്റെ ഉറവിടങ്ങൾ, കാർഷിക വിപണനത്തിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ച് പരീക്ഷ ചോദിക്കാം. എന്താണ് കാർഷിക മേഖലയിലെ ഈ വൈവിധ്യവൽക്കരണത്തെക്കുറിച്ച് ചോദിക്കാം. അപ്പോൾ കാർഷിക മേഖലയിലെ വൈവിധ്യവൽക്കരണം ഒരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. ലാസ്റ്റ് ഇന്ത്യൻ എക്കോണമി നിങ്ങൾക്ക് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ഞാനിവിടെ കൊടുത്തില്ലേ. അപ്പോൾ ഇന്ത്യയിലെ തൊഴിലില്ലായ്മയുടെ തരങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതേസമയം നിങ്ങൾക്ക് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇന്ത്യയിലെ തൊഴിലില്ലായ്മയുടെ കാരണങ്ങൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ കാരണങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ കോസസ് അത് ഞാൻ ചേർത്തിട്ടുണ്ട്, കോസസ് ചോദിക്കാം. അതേപോലെ തന്നെ തൊഴിലില്ലായ്മയുടെ ടൈപ്സ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇക്വേഷൻസ് ഉണ്ട്, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്താ, ഇങ്ങനെയുള്ള കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഇതും എന്ത് ചെയ്യാം, ചോദ്യമായിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ബോണസ് ആയിട്ട് ഞാൻ ചേർക്കുന്നു. നിങ്ങൾക്ക് 10ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരുന്നത് അഥവാ നിങ്ങളുടെ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരുന്ന 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചൈനയുടെ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ്. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്. ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ്
ഓഫ് ചൈന. അപ്പോൾ ചൈനയുടെ വികസന തന്ത്രങ്ങൾ എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് ചോദ്യം വരും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇനി എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ തന്നെ ഓർക്കണം, സാറ് പറഞ്ഞിരുന്നുണ്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമല്ലോ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ 2 രീതിയിലാണ് വരാൻ ചാൻസ് ഉള്ളത്. മേ ബി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ പറഞ്ഞിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു മാച്ച് ദ ഫോളോവിങ്, ഓക്കെ, മാച്ച് ദി ഫോളോവിങ് ടൈപ്പിലായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഓഫ് ചൈന എന്ത് ചെയ്യും, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക, അത് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും, ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ത്യൻ എക്കോണമി ഷോർട്ട് എസ്സേയിൽ നിങ്ങൾ പഠിക്കേണ്ടത്. മെയിനായിട്ടുള്ള 3, 4, 5 മാർക്ക് ഇത്രയും കാര്യങ്ങൾ പഠിക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കാറുള്ള ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ, അത് എവിടെ നിന്നാണ്, സ്റ്റാറ്റിയിൽ നിന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് ഉണ്ടല്ലോ, അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട കാര്യം മക്കൾ. വേറെ ഒന്നുമില്ല, സ്റ്റാറ്റിയും എക്കണോമിക്സും തമ്മിലുള്ള ബന്ധം. പരീക്ഷയ്ക്ക് ഒരു 2 മാർക്ക് മിനിമം ആട്ടോ പറഞ്ഞത്, മിനിമം ഒരു 2 മാർക്ക്, മിനിമം 2 മാർക്കിനെങ്കിലും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് പറഞ്ഞത്. മിനിമം 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും, 2 മാർക്ക് ഷുവറാണ്. നെക്സ്റ്റ് അതേപോലെ വരുന്നതാണ് കോറിലേഷനും. അതുപോലെ തന്നെ ആ കോറിലേഷൻ തന്നെ മെയിനായിട്ട് പറയുന്ന കാര്യമാണ് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ. ഓക്കെ, സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷൻ എന്തെയും ഷുവറായിട്ട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറഞ്ഞിരിക്കുന്ന സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ കാണാനും അത് ചെയ്ത് പഠിക്കാനും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇക്വേഷൻ എങ്ങനെയാണ്, R=1 - 6 സിഗ്മ d സ്ക്വയർ ഡിവൈഡ് ബൈ n³ - n എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് റെഫർ ചെയ്തിരിക്കണം, പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന ഒജീവിനെ കുറിച്ചാണ്. ഒജീവ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം, ഇതൊരു ഗ്രാഫിക്കൽ കർവാണ്. നമ്മളിതിനെ മറ്റൊരു പേരിൽ പറയാറുണ്ട് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എന്ന പേരിലും പറയാറുണ്ട്, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നോക്കാനുള്ളത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അഥവാ നമ്മൾ എന്താ പറയുക, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ആവൃത്തി വിതരണം അല്ലേ. അതിൻ്റെ മലയാളമുണ്ട്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ മലയാളമാണ് ആവൃത്തി വിതരണം കേട്ടോ. അങ്ങനെ ചോദ്യം വരാം, ആവൃത്തി വിതരണം. ഓക്കെ, അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ത് പറയും, ആവൃത്തി അണി എന്നാണ് മലയാളത്തിൽ പറയാം, ആവൃത്തി അണി എന്നോ അല്ലെങ്കിൽ ആവൃത്തി നിര എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഹിസ്റ്റോഗ്രാം എന്തെയും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ഹോട്ട് ടോപ്പിക്കാണ്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എങ്ങനെയൊക്കെ വർഗീകരണം നടത്താം. ഇനി അതേപോലെ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസുകളാണ് പൈ ഡയഗ്രാം അല്ലെങ്കിൽ ബാർ ഡയഗ്രാം. ഷുവറാണ് കേട്ടോ, ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും, ഒന്നുകിൽ പൈ ഡയഗ്രാം അല്ലെങ്കിൽ ബാർ ഡയഗ്രാം ചോദിക്കും, നിർബന്ധമായും പഠിച്ചേക്കും. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള അടുത്തെന്ന് പറയുന്നത് ഇൻഡെക്സ് നമ്പറാണ്. അതിൽ തന്നെ സിമ്പിൾ ആഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്ത് ചെയ്യാം, കൂടുതലായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റ് വൺ പ്രൊജക്റ്റ് തയ്യാറാക്കുന്നതിൽ കുറച്ച് സ്റ്റെപ്പുകൾ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചോദ്യമായിട്ട് വരാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചില്ല അല്ലേ, നേരത്തെ മലയാളം ഞാൻ കാണിച്ചില്ല തോന്നുന്നു. അപ്പോൾ ഞാനൊരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. 1, 2, 3 നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് നേരെ സ്ക്രീൻഷോട്ട് എടുക്കുക. അതുപോലെ തന്നെ മലയാളത്തിലാണ് വേണമെങ്കിലും 1, 2, 3 ഓക്കെ പോസ് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ഷോർട്ട് എസ്സേൻ്റെ കാര്യമാണ്. ഈ ഷോർട്ട് എസ്സേൻ്റെയും മലയാളങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത്രയും കാര്യങ്ങൾ കൂടി നോക്കാം. അപ്പോൾ 1, 2, 3 ഈ ഒരു കാര്യം സ്ക്രീൻഷോട്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് എന്താണ്, ഒരു ചെക്ക് ലിസ്റ്റ് പോലെ ഞാൻ തന്നാണ്, വേറെ ഒന്നുമല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സാമിന് ലാസ്റ്റ് മിനിറ്റിലേക്ക് മാറ്റി വെക്കാതെ ഇതൊക്കെ നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എത്ര മാർക്ക് ഉണ്ടെന്നായിരിക്കും ചോദ്യം. അപ്പോൾ അതുകൂടി ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു 65+ മാർക്ക് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ സംഗതിയിൽ നിന്ന് മാത്രം സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു വെച്ചാൽ 65ൻ്റെ മുകളിൽ മാർക്ക് കിട്ടും. അപ്പോൾ 65 മുകളിലെ മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പഠിച്ചിരിക്കണം. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സെൽഫ് ബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.